നമസ്കാരം. യമനിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കണ്ടു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ മോചനം ഇനി വിദൂരമല്ല എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ദില്ലിയിൽ ഇന്നലെ നടന്ന കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ കൊടുങ്കാറ്റിന് ഒരു മാറ്റം വരുത്തുകയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.വി. അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഊഷ്മളമായ ചർച്ചയിൽ നിമിഷ പ്രിയയുടെ മോചനം തന്നെയായിരുന്നു പ്രധാനമായ ഒരു അജണ്ട. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചർച്ചയോടെ കാന്തപുരം ബി.ജെ.പി. പക്ഷത്തേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി കഴിഞ്ഞു. അജിത് ഡോവൽ ഇന്നലെ ഒരു രാഷ്ട്രീയ കളി കളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അറബ് രാഷ്ട്രങ്ങൾ കാന്തപുരത്തിനുള്ള അടുപ്പം മനസ്സിലാക്കിയാണ് ഈ നീക്കം. നയതന്ത്ര തലത്തിൽ കാന്തപുരത്തിന്റെ ബന്ധങ്ങളും ഇനി ഇന്ത്യ ഉപയോഗിക്കും. നിമിഷ പ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും കേന്ദ്ര സർക്കാർ പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. യമൻ സർക്കാരുമായി ഇനി അജിത് ഡോവൽ നേരിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തുന്നതും നിമിഷ പ്രിയയുടെ കാര്യത്തിൽ ഉടൻ ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന സൂചനകളും കാന്തപുരത്തിന്റെ ഡൽഹി യാത്രയോടുകൂടി പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഇതിനേക്കാൾ വിപ്ലവകരമായത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇന്ത്യയിൽ മുസ്ലിം സമുദായം സുരക്ഷിതരാണെന്നും തനിക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് കാന്തപുരം തന്നെ മുഖത്തൊരു അടി കൊടുത്തു. കൂടാതെ നരേന്ദ്രമോദിക്ക് കാന്തപുരത്തിന്റെ വക ക്ലീൻ ചീറ്റും RSSും BJPയും മുസ്ലിം ഭാഗവുമായി അടുക്കാൻ കുറെ കാലമായി ശ്രമിക്കുന്നുണ്ട്. അതിന് പുതിയൊരു സാധ്യതയാണ് കാന്തപുരം നൽകിയ ക്ലീൻ ചീറ്റ്. വഖഫ് ബോർഡും SIR വിഷയങ്ങൾ പിണറായി സർക്കാരുമായി അകൽച്ചയിലുള്ള കാന്തപുരം വിഭാഗം കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് കൈകോർക്കുന്നത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ ഒരേപോലെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള BJPയുടെ തന്ത്രപരമായ നീക്കത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ കോഴിക്കോട് മർക്കസ് ആസ്ഥാനത്ത് എത്തുമെന്ന സൂചനകളും പുതിയ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ്. രാജ്യ പുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും തനിക്ക് പരാതികളില്ല എന്നും കാന്തപുരം വ്യക്തമാക്കിയതോടെ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ വിടുമെന്ന് ഉറപ്പായി. നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJPക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് അജിത് ഡോവലും കാന്തപുരവും ചേർന്ന് ഒരു തിരക്കഥ ഒരുക്കിയിരിക്കുകയാണ്. ഈ പുതിയ രാഷ്ട്രീയ ചങ്ങാത്തം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ തത്കാലം മാറ്റിമറിക്കില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ഒന്നടക്കം പറയുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിമുകളെ കൂടുതൽ അടുപ്പിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കാന്തപുരത്തിന്റെ ഒരൊറ്റ വാക്കിൽ ഒരു പകുതി ശതമാനം മുസ്ലിംകാർ BJPയോടൊപ്പം മുഖം തിരിഞ്ഞു നിന്നു. അതെല്ലാം ഇന്നലെ മറം മാറ്റി കാന്തപുരം BJPക്ക് പൂർണ്ണമായി ക്ലീൻ ചീറ്റ് നൽകി. BJPയുടെ ഭരണത്തിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിൽ നമ്മളെല്ലാം സംതൃപ്തരാണെന്ന ഒറ്റ വാക്കിൽ എല്ലാ മുസ്ലിം വോട്ടുകളും BJPയുടെ പെട്ടിയിലേക്ക് വിടാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കോഴിക്കോട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മുമ്പ് തന്നെ നരേന്ദ്രമോദി മർക്കസിൽ ഒരു സന്ദർശനം നടത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെയും അല്ലെങ്കിൽ ആ അലയൊളിയുടെയും ഉച്ച വലിയ രീതിയിലായിരിക്കും. അത് ഇടതിനും വലതിനും അവരുടെ മൊന ഒടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.